എക്സലില് ഇവിടെ നെയിം കൊടുക്കുന്ന സമയത്ത് സീരിയൽ നമ്പർ ഇവിടെ ഓട്ടോമാറ്റിക് വരണം. ഇവിടെ ഓരോ നെയിമുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ട് സീരിയൽ നമ്പർ ഇവിടെ വരണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. ഈ സീരിയൽ നമ്പറിന്റെ സെല്ലിൽ ഈക്വൽ ടു if B2 means ഈ സെല്ല് B2 ഈക്വൽ ടു ഇൻവേർട്ട് കോമ, 2 ഇൻവേർട്ട് കോമ, അത് കഴിഞ്ഞിട്ട് കോമ, വീണ്ടും 2 ഇൻവേർട്ട് കോമ, അത് കഴിഞ്ഞിട്ട് കോമ, റോ, ബ്രാക്കറ്റ് ഓഫ് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക, 1:1 കൊടുക്കുക, 1:1 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, മുമ്പത്തെ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്തു. ഇനി എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ അതിന് പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ അതിനനുസൃതമായിട്ട് സീരിയൽ നമ്പർ വരുന്നതായിരിക്കും. ഒരിക്കൽ കൂടി പറയാം. ഈക്വൽ ടു ഇഫ് ഈ നെയിം സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, അത് B2 ആണ്, ഈക്വൽ ടു ഇൻവേർട്ട് കോമ, ഇൻവേർട്ട് കോമ, പിന്നീട് കോമ, വീണ്ടും ഇൻവേർട്ട് കോമ, ഇൻവേർട്ട് കോമ, കോമ, റോ, ഓപ്പൺ ബ്രാക്കറ്റ്, 1:1, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ആദ്യം ഓപ്പൺ ആക്കിയ ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ഇവിടെ നെയിം ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് നമ്പർ വരണം. അതിനുവേണ്ടി നമ്മളിവിടെ ഡ്രാഗ് ചെയ്ത് വെക്കണം. ആദ്യം ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്പർ അതിനനുസൃതമായ നമ്പർ അവിടെ വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് എക്സലിൽ വരുന്നത്.